വീഡിയോസിൽ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവരും നല്ല നല്ല കമൻറ്റുകൾ തന്നെ എഴുതി അറിയിക്കുന്നുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇന്നസെൻറ്റ് ടീച്ചിങ്. വെരി താങ്ക് യു സർ, ആരാണെങ്കിലും ശരി. അപ്പോൾ എല്ലാവരും നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള അഭിപ്രായം എല്ലാം എന്നെ എഴുതി അറിയിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഒരു വാല്യൂ ഈ വീഡിയോ കണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഹലോ ഗൈസ്, ഇത് അഭിലാഷ് വൃന്ദാവൻ അഗെയിൻ ഫ്രം NRI ട്രേഡർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു മൈക്രോ ഫിനാൻസിങ് ബാങ്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മൈക്രോ ഫിനാൻസിങ് ബാങ്ക് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാനും കാണാൻ ശ്രമിക്കണം. ഈ ബാങ്കിനെ കുറിച്ച് എനിക്കറിയാൻ പറ്റിയത്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ 2 വർഷം മുമ്പ് പോയപ്പോൾ അവിടെ ജോലിക്ക് നിന്നിരുന്ന ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി അയാളിൽ നിന്ന്. അങ്ങനെയാണ് അയാൾ എന്ന് വെച്ചാൽ ആ ജോലിക്ക് നിന്നിരുന്ന ആൾ അവിടെ ഡൽഹിക്കാരനല്ല, അയാൾ വന്നിരുന്നത് ബീഹാറിൽ നിന്നായിരുന്നു. അപ്പോൾ അയാളാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്കിങ്ങനെ ബീഹാറിൽ നിന്നൊക്കെ ഡൽഹിയിൽ വരെ എത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പൈസ കടം തരുന്നൊരു ബാങ്ക് ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്നെപ്പോലത്തെ കുറേ ആൾക്കാർ ഡൽഹിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ ഇതുപോലത്തെ ബാങ്കുകളിൽ നിന്നാണ് പൈസ കിട്ടുന്നത്. എങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന സ്റ്റോക്ക് അല്ലാതെ തന്നെ 2 സ്റ്റോക്കുകൾ ഞാൻ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ 2 സ്റ്റോക്കുകളും എനിക്ക് 110%, ഒരു സ്റ്റോക്ക് 87%ആണ് എനിക്ക് തന്നത്. ഓക്കെ, റിട്ടേൺ തന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നും പറയാൻ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും വിത്തൗട്ട് സ്കിപ്പിംഗ് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. എന്താണ് മൈക്രോ ഫിനാൻസിങ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മൊത്തം വീഡിയോയും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യരുത്. ഒരുപാട് ഫിനാൻഷ്യലിൻ്റെ ഭാഗങ്ങളിൽ ഞാൻ ഒരുപാട് ചെറിയ ചെറിയ പോയിന്റുകൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മുന്നോട്ടുള്ള സ്റ്റഡിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ വിത്ത് ദിസ് നോട്ട്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അതേപോലെ തന്നെ നമ്മളുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഓരോ സ്റ്റോക്കിനെ കുറിച്ചും ഡീപ്പായിട്ടുള്ള എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് സ്റ്റഡിയാണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കത് റെഫർ ചെയ്യാനും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും നന്നായിട്ട് ഉപകാരപ്പെടും. സോ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഈ ചാനലിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുക. താങ്ക് യു. അപ്പോൾ സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിലെന്താ പറയുന്നത് വെച്ചാൽ ഇതൊരു മൈക്രോ ഫിനാൻസിങ് ബാങ്കാണ്. ഓക്കെ, എന്താണ് മൈക്രോ ഫിനാൻസിങ്? മൈക്രോ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ പിന്നെ നോർമൽ പബ്ലിക്, നമ്മളുടെ അർബൻ ഏരിയയിലുള്ള നോർമൽ പബ്ലിക് എന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ബിലോ മിഡിൽ ക്ലാസ്സിൽ വരുന്ന പബ്ലിക്കിന് ലോൺ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സൂര്യോദയ്. ഇപ്പോൾ 10,000 രൂപ തൊട്ട് മുകളിലേക്കുള്ള എല്ലാ ലോണുകളും ഇവർ കൊടുക്കാൻ പറ്റും. 10,000 രൂപ, 15,000, 20,000 അങ്ങനെ സ്മോൾ ടിക്കറ്റ് ലോണുകൾ ഇവർക്ക് കൊടുക്കാൻ പറ്റും പബ്ലിക്കിന്. അതുകൊണ്ട് തന്നെ RBI 2-3 വർഷം മുമ്പ് ഇവർക്ക് അപ്രൂവൽ കൊടുത്തിട്ട് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരുന്നു. സോ ദേ ആർ ലീഗൽ ടു ഗീവ് ഓൾ ദീസ് ലോൺസ്. ഓക്കെ, ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ അവർ ലീഗൽ ടു ഗീവ് എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ലോൺ വാങ്ങുന്നവരടുത്ത് ITRO സാലറി സ്ലിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ട് അവർക്ക് വേണ്ട ലോണുകൾ കൊടുക്കുക. അതാണ് ഇവർ ചെയ്യുന്നത് ബേസിക്കലി. അപ്പോൾ എന്താ പറയുക, ഈ അർബൻ ഏരിയസിൽ നിന്ന് അർബനൈസേഷൻ ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ tier 2, tier 3 സിറ്റീസ് എന്നൊക്കെ ആൾക്കാരിപ്പോൾ അർബൻ ഏരിയസിലേക്ക് വന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലേ, ഇപ്പോഴല്ല, എപ്പോഴുള്ളത് അത് തന്നെയാണ്. അപ്പോൾ അവിടെ വീട്ടു ജോലിക്ക് നിൽക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയുക, ഒരു പച്ചക്കറി വിൽക്കുന്ന എന്തെങ്കിലും ഒരു കടയിടണം, അങ്ങനെ എന്ത് ടൈപ്പ് ലോണാണെങ്കിലും അവർക്കൊരു ആവശ്യം വരുമ്പോൾ ഇതുപോലത്തെ ബാങ്കുകൾക്കാണ് അവർക്ക് സമീപിക്കാൻ പറ്റുള്ളൂ, നോർമൽ പബ്ലിക്കിന്. കാരണം എന്താണ്, HDFC പോലത്തെ ബാങ്കിൽ പോയിട്ട് നിങ്ങൾ 5,000 രൂപ ലോൺ ചോദിക്കാൻ പറ്റുമോ? അവരുടെ പേപ്പർ വർക്കിന് 5,000 രൂപ ആവുമല്ലോ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് RBI ഇങ്ങനത്തെ ഒരു മൂവ് എടുത്തത്. അത് ഒരുപാട് സ്മോൾ ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്? ഇവർ ഹോം ലോൺ ഉണ്ട്, സെക്യൂർ ബിസിനസ് ലോൺ, ഇൻഡിവിജ്വൽ ലോൺ, മൈക്രോ മോർട്ടേജ്, 2-വീലർ ലോൺ, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ. കണ്ടില്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ, മനസ്സിലായില്ലേ, സ്മോൾ ബിസിനസ് ലോൺ, ഇതൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ മോസ്റ്റ്ലി ടാർഗറ്റ് ചെയ്തേക്കുന്നത് ആരെയാണ്? നോർമൽ പബ്ലിക്കിനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അല്ലേ, മിഡിൽ ക്ലാസ് പബ്ലിക്കിനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവരുടെ ഒരു ബ്രോഡർ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 14ഓളം സ്റ്റേറ്റുകളിൽ ഇവരുണ്ട്. അവിടെ ഇപ്പോൾ ഇന്ത്യയിൽ എന്നിട്ട് 20 ലക്ഷത്തോളം കസ്റ്റമർ ബേസ് അവർക്കുണ്ട്. മനസ്സിലായില്ലേ, 20 ലക്ഷത്തോളം കസ്റ്റമർ ബേസ് അവർക്കുണ്ട്. ഏകദേശം 5,252ഓളം എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ മൊത്തം കമ്പനിയിൽ നോക്കിക്കഴിഞ്ഞാൽ. ദെൻ പിന്നെന്താ ഒരു മെയിനായിട്ടൊരു കാര്യം പറയുന്നത്, 158ഓളം
അൺബാങ്ക്ഡ് റൂറൽ സെൻറ്റേഴ്സ്. അതാണ് ഒരു മേജർ ഒരു കാര്യം. നോക്കിക്കണ്ടോ, അൺബാങ്ക്ഡ് റൂറൽ സെൻറ്റേഴ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രാമങ്ങളിലൊക്കെ പോയി, ഉള്ളിലേക്കുള്ള ഗ്രാമങ്ങളിൽ ഒരു സംഭവമില്ല. കേരളത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, അതല്ലാത്ത ബാക്കിയുള്ള സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗ്രാമങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്കൂളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസൊക്കെ പോലുള്ള സ്ഥലങ്ങൾ വരെ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ 158ഓളം അൺബാങ്ക്ഡ് റൂറൽ സെൻറ്റേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ ഇവർ നോർമൽ പബ്ലിക്കിനായിട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ 565ഓളം എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് 565ഓളം ബാങ്കിങ് ഔട്ട്ലെറ്റ്സ് അവർക്കുണ്ട്. ഓക്കെ, 565ഓളം മെയിൻ ബാങ്കിങ് ഔട്ട്ലെറ്റ്സ് അവർക്കുണ്ട്. മനസ്സിലായില്ലേ? ആക്ച്വലി ഇവരുടെ റിപ്പോർട്ട് നോക്കുമ്പോൾ 565, ചിലപ്പോൾ സ്ക്രീനിൽ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവരുടെ ആനുവൽ റിപ്പോർട്ട് നോക്കുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് 609ഓളം ഔട്ട്ലെറ്റ്സ് അവർക്കുണ്ട് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, 15ഓളം സ്റ്റേറ്റിൽ അവർ ആയിക്കഴിഞ്ഞു. അപ്പോൾ സ്ക്രീനിൽ റിപ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, എനിവേ, അപ്പോൾ ഇത്രത്തോളം സ്റ്റേറ്റുകൾ അവരുണ്ട്. പിന്നെ ഈ എന്താ പറയുക, ഇവിടെ ഈ കാണിച്ചേക്കുന്ന സ്റ്റേറ്റുകളിലൊക്കെയാണ് അവരുള്ളത്. ഇത്രയും ഏരിയയിലേക്ക് അവരിതുവരെ എത്തിയിട്ടില്ല. ഇവിടെയും അവരെത്തിയിട്ടില്ല, കേരളത്തിലും അവരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റേറ്റുകളിലേക്ക് ഇനിയും അവരുടെ ബിസിനസ്സിനെ കൂട്ടാൻ അവർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, തുറന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ ഇനിയും കൂട്ടാമല്ലോ അവരുടെ ബിസിനസ് സെൻറ്റേഴ്സോ ബ്രാഞ്ചസോ ബിസിനസ് കൂടുന്നതനുസരിച്ചിട്ട്, അല്ലേ? അപ്പോൾ ഇതുപോലത്തെ മൈക്രോ ഫിനാൻസിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താണ്? പൈസ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളത്, അല്ലേ? പബ്ലിക്കിന് കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ് മൈക്രോ ഫിനാൻസിങ് കമ്പനിക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് കേസ് നോക്കുമ്പോൾ, ഇവിടെ ഇവരുടെ കളക്ഷൻ എഫിഷ്യൻസി 100% ആണ്. 100% കളക്ഷൻ എഫിഷ്യൻസി ഉള്ള കമ്പനിയാണ് സൂര്യോദയ് സ്മോൾ ഫിനാൻസിങ് ബാങ്ക്. ഓക്കെ, പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു മേജറായിട്ടുള്ള കാര്യമാണ് അവരുടെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്, ഈ കമ്പനിയിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. HDFC, മനസ്സിലായില്ലേ, കോട്ടക്, TIAA, ദെൻ IDFC ഫസ്റ്റ് ബാങ്ക്, എല്ലാം HDFC ലൈഫ്, എല്ലാ ഇതുപോലത്തെ മേജർ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റേഴ്സാണ് ഈ കമ്പനിയിൽ. ഓക്കെ, പിന്നെ ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഓരോരുത്തരെ കുറിച്ചിട്ട് ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തു. അപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും കണ്ടില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ടൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിലുള്ള എത്രയൊക്കെ റിപ്പോർട്ടുണ്ടോ എല്ലാം ഞാൻ നോക്കും. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഐ സ്റ്റഡീഡ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം, ഈച്ച് ആൻഡ് എവറി മെയിൻ പേഴ്സൺ ഓഫ് ദിസ് കമ്പനി. സോ ദാറ്റ്സ് ഓക്കെ. അതൊന്നും ഇവിടെ എനിക്കിപ്പോൾ മൊത്തത്തിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ മൈക്രോ ഫിനാൻസിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ RBI പിന്നെ ഇതിന് അപ്രൂവ് ചെയ്തപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു പിന്നെ ബെനിഫിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നോർമൽ ബാങ്കിങ് പോലെയല്ല, ഇവരുടേത് മൈക്രോ ഫിനാൻസിങ് ആണ്. 5000, 10,000, 15,000 ഇങ്ങനത്തെ ലോണൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്കും എന്തെങ്കിലും NPA ഇഷ്യൂസ് വരുമ്പോൾ, ആരെങ്കിലും പൈസ കൊടുത്തില്ല അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തില്ല എന്ന് വരുമ്പോഴൊക്കെ എന്താണ് സംഭവിക്കുക, അവർക്കും അവരുടെ മറ്റുള്ള ബാങ്കുകളെ പോലെ തന്നെ ലോയറിനെ വയ്ക്കുക, എല്ലാ പിന്നെ എന്താ പറയുക റൂൾസും ഫോളോ ചെയ്യണം. ഒരു ലോയറിനെ വെക്കണം, അവർക്ക് അതിൻ്റെ ഫീസ് കൊടുക്കണം, പിന്നെ ഈ പൈസ തിരിച്ചു കൊടുക്കാത്ത ആൾക്കാർക്ക് നോട്ടീസ് അയക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു മെയിൻ ബാങ്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ HDFC പോലത്തെ ബാങ്കുകൾ ചെയ്യുന്ന പോലെ തന്നെ ഇവർക്കും അതൊക്കെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് വളരെ ചെറിയ പൈസയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ അത്രയും ചെറിയ പൈസയിൽ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം മൈക്രോ ഫിനാൻസിങ് ബാങ്കുകൾക്ക് അത്രയും എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് RBI തീരുമാനിച്ചാണ് ഇവർക്ക് ദേ ആർ അലൗഡ് ടു ചാർജ് 25 to 30% ദേ ആർ അലൗഡ് ടു ചാർജ്. മനസ്സിലായോ? അപ്പോൾ 25 to 30% ഇപ്പോഴാണ്. അത് കുറച്ചുകൂടെ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കോവിഡിൻ്റെ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അതിനേക്കാളും കൂടുതൽ 3.75% ആയിരുന്നു പെർ മന്ത് അവർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, കാരണം NPA ഇഷ്യൂ ഒരുപാട് വന്നിരുന്നു. അപ്പോൾ RBI ഡിസൈഡ് ചെയ്തതാണ് 3.75 വരെ ചാർജ് ചെയ്യാമെന്ന്. ഇപ്പോൾ ഓൾമോസ്റ്റ് അവർ കോമ്പറ്റീഷനിൽ വന്നപ്പോൾ ഇപ്പോൾ അവർ 30% ആണ് ഓൾമോസ്റ്റ് ആവറേജിൽ ചാർജ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇറ്റ്സ് എ വെരി ഹൈ മാർജിൻ ബിസിനസ്. അപ്പോൾ ഇത്രയ്ക്ക് നല്ല ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അല്ലേ? പൂർണ്ണമായിട്ടും ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇതൊക്കെ ആണെങ്കിൽ കൂടി ഈ സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്ന് താഴെ ഇവിടം വരെ അത് കറക്റ്റായിരുന്നു. എങ്ങനെയാണത് കറക്റ്റായത്? അപ്പോൾ അതിന് റീസൺ എന്താണ്? ഇത്രയും നല്ല കമ്പനിയാണ്, നല്ല പ്രോഫിറ്റ് നമ്മൾ നോക്കിയിട്ടില്ല. ഇത്ര നല്ല കമ്പനിയാണ്, നല്ല ബിസിനസ്സാണ്, എന്നാൽ കൂടി ഈ സ്റ്റോക്ക് ഇത്രയും കറക്റ്റായിരുന്നു, അല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ നല്ലൊരു വീഴ്ചയിലേക്കാണ് വന്നിരുന്നത്. അപ്പോൾ ഇതെന്താണ് അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കണ്ടേ? അത് നോക്കാം നമുക്ക്. അതിൻ്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ എനിക്കെന്താ മനസ്സിലായെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ NPA എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. എന്താണ് NPA? നോൺ പെർഫോമിംഗ് അസറ്റ്. ഇത് അവിടെ കാണാൻ നിങ്ങൾക്ക്, അല്ലേ? ഈ NPA എന്ത് പറ്റി? കൊറോണേൻ്റെ സമയമായപ്പോൾ 2021 ഈ കാലഘട്ടങ്ങളിൽ ഇത് അവിടെ കണ്ടില്ലേ, 2021, 20 ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് NPA ഇവർക്ക് കൂടുതൽ വന്നു. അപ്പോൾ അവരുടെ മാക്സിമം NPA 11% വരെ പോയിരുന്നു, അല്ലേ?
ഗ്രോസ് NPA 11% ഇപ്പോൾ പോയിരുന്നു. നെറ്റ് NPA 5.97% വരെ ആയിപ്പോയായിരുന്നു. അപ്പോൾ ദാറ്റ്സ് എ ഹ്യൂജ് NPA. അപ്പോൾ അതുകൊണ്ട് എന്തായി, ബാങ്കിന് ലോസ് വരാൻ തുടങ്ങി. ഓക്കെ, കൊറോണയുടെ സമയത്ത് ആർക്കും ജോലിയില്ല, പൈസയില്ല, ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാനും പറ്റിയില്ല, അപ്പോൾ ഒന്നും പറ്റിയില്ല. അപ്പോൾ മൈനസിൽ എല്ലാ ഫിഗറും വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ബാങ്ക് താഴേക്ക് വന്നത്. ഓക്കെ, പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താണ് ബാങ്ക് പ്രോഫിറ്റിൽ വരാൻ തുടങ്ങി. കൊറോണൻ്റെ കേസുകളിലൊക്കെ മാറി, അവർക്ക് തിരിച്ച് NPA സോൾവ് ആവാൻ തുടങ്ങി, പൈസ വരാൻ തുടങ്ങി. അങ്ങനെ ബാങ്ക് ഈ 10% എന്താ പറയുക, പിന്നെ NPA ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കുറച്ചിട്ട് 3.04% ആയിട്ട് അവർക്ക് കുറയ്ക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ നെറ്റ് NPA 5% നിന്ന് 1.63% ആയിട്ട് കുറയ്ക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ ബിസിനസ് നോക്കി, ബിസിനസ് നല്ലതാണെന്ന് മനസ്സിലായി. ബിസിനസ് താഴേക്ക് വരാനുള്ള റീസൺ കണ്ടുപിടിച്ചു. ആ റീസൺ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴില്ല എന്നും മനസ്സിലാക്കി നമുക്ക്, അല്ലേ. NPA ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രോസ് NPA, നെറ്റ് NPAൻ്റെ കാര്യം നമ്മൾ നോക്കി. ഇപ്പോൾ ഇനി ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് നോക്കാം. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ജൂൺ 2020 കമ്പയർ ചെയ്യുമ്പോൾ 2021, ജൂൺ 2021, ജൂൺ 2022, ജൂൺ 2023 ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റവന്യൂ 219 2020, 2021 216 22 281 കോടി രൂപയായി, 23 358 കോടി രൂപ ഹയസ്റ്റ് എവർ റവന്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ഉണ്ട് 27 കോടി -48 crore. എന്താണ് മൈനസ്? ഞാൻ നേരത്തെ പറഞ്ഞ NPAൻ്റെ കേസ്, കൊറോണൻ്റെ സമയത്ത് -48 crore, പിന്നെ 8 കോടിയായി അത്, പിന്നെ 48 കോടി എഗെയിൻ പ്ലസ്സിലെത്തി. മനസ്സിലായില്ലേ? അപ്പോൾ ബിസിനസ് ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകിച്ചുള്ളൊരു കാര്യം എനിക്കിപ്പോൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു, ഇപ്പോൾ അതും കൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നുകൂടെ സ്റ്റഡി ചെയ്തപ്പോൾ. ഞാൻ പറയുന്നത് ഗ്രോസ് NPA, നെറ്റ് NPA അല്ലേ. ഇപ്പോൾ എത്രയുള്ളത്? 3.4% ഗ്രോസ് NPAയും 1.63 നെറ്റ് NPA ഇപ്പോൾ ഉണ്ട്, അല്ലേ. അപ്പോൾ കമ്പനി ഓൾറെഡി പിന്നെ എന്താ പറയുക, NPAനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ എപ്പോഴും വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഗ്രോസ് NPAൻ്റെ നെറ്റ് NPAൻ്റെ ഇടയ്ക്കുള്ള എത്ര ശതമാനമാണോ, ഈ 3.04ഉം -1.63 ഇത് എത്ര ശതമാനമാണ് വരുന്നത്, അത്രയും പൈസ അവർ ഓൾറെഡി അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ടാണ് നമ്മുടെ നമ്പേഴ്സ് ഇവിടെ കാണിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ പ്രൊവിഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി കൂടുതലാണ്, അല്ലേ. അപ്പോൾ അത് എത്ര പ്രൊവിഷനാണ് അവർ വെച്ചേക്കുന്നത്, എങ്ങനെയാണ് അത് മനസ്സിലാവുക നമുക്ക്? അത് മനസ്സിലാവണമെങ്കിൽ നമ്മളിവിടെ അതിൻ്റെ ക്വാർട്ടർലി റിപ്പോർട്ടിൽ പോയിട്ട് പോയിന്റ് നമ്പർ 8 ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പ്രൊവിഷൻ അതർ ദാൻ ടാക്സ് ആൻഡ് കണ്ടിൻജൻസീസ്, അല്ലേ. അപ്പോൾ ഈ ഒരു എമൗണ്ട് ലാക്സിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവസാനത്തെ 2 അക്കം കുറച്ചാൽ മതി. അപ്പോൾ ഇത് 53 കോടിയാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 53 കോടി അവർ ഓൾറെഡി ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് വന്ന പൈസയാണല്ലോ. ഇത് ഇവിടെ കാണാം നമുക്ക്, അല്ലേ. ഈ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ 48 കോടി രൂപ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റും പ്ലസ് ഈ വെച്ചേക്കുന്ന പ്രൊവിഷനും, അതല്ലേ അവർ ശരിക്കും ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രൊവിഷൻ എത്രയാണ്? 53 കോടി രൂപ. അപ്പോൾ 53 കോടി രൂപയും നെറ്റ് പ്രോഫിറ്റ് 48 രൂപയാണ്, അല്ലേ. 48 കോടി രൂപയാണ്. അപ്പോൾ ഇതല്ലേ അവർ ശരിക്കും ഉണ്ടാക്കിയേക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 101 കോടി രൂപയാണ്, അല്ലേ. 101 കോടി രൂപയാണ് ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഈ NPA കുറച്ച് ഉള്ളത് കൊണ്ട് അവരത് പ്രൊവിഷനായിട്ട് ഇവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ. ഇപ്പോൾ ഇവർക്ക് എത്രയാണ് NPA ഉള്ളത്? നെറ്റ് NPA ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 100 കോടി രൂപയാണ് NPA ഉള്ളത്. അതിൻ്റെ എഗനിസ്റ്റായിട്ട് അവർ 53 കോടി രൂപ പ്രൊവിഷനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടറിൽ അവരൊരു 50 കോടി രൂപ, ഒരു 50 crores കൂടെ ഇവിടെ പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ ദിസ് കമ്പനി വിൽ ബിക്കം എ സീറോ NPA കമ്പനിയായിട്ട് സൂര്യോദയം മാറും. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങളോട് വീഡിയോ മുഴുവനായിട്ടും കാണണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ബാക്കിലോട്ട് പോയിട്ടൊന്ന് കണ്ടു നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 48ഉം 101 കോടി രൂപ പ്രോഫിറ്റ് ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. അടുത്ത നെക്സ്റ്റ് ഒരു ക്വാർട്ടർ ആകുമ്പോൾ അവിടെ ഒരു 50 കോടിയും കൂടെ പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ ദിസ് കമ്പനി വിൽ ബിക്കം എ സീറോ നെറ്റ് NPA കമ്പനി. മനസ്സിലായില്ലേ? അപ്പോൾ ദാറ്റ്സ് എ ഹ്യൂജ് ജംപ്. അതൊന്നും നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല, പക്ഷേ ഫ്യൂച്ചറിൽ അടുത്ത ക്വാർട്ടറിൽ റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
അപ്പോൾ NPA തീർന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 101 കോടി രൂപയാണ് അവരുടെ പ്രോഫിറ്റ് അല്ലേ, 101. NPA അടുത്തൊരു ക്വാർട്ടറും കൊണ്ട് NPA തീരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ 100 കോടി രൂപ തന്നെ അവർ ഒരു അടുത്ത ഒരു വർഷത്തേക്ക് അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 ക്വാർട്ടറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏകദേശം എത്രയായി, 300 കോടിയോളം രൂപയായി അല്ലേ. 300 കോടി രൂപയാണ് അവരുടെ ഇയർലി നെറ്റ് പ്രോഫിറ്റ് വരിക. അപ്പോൾ ഓവറോൾ കമ്പനി എത്രയ്ക്കാണുള്ളത്, മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ് കമ്പനിയുടെ, 1735 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയർ 300 കോടി രൂപ വന്നു കഴിഞ്ഞാൽ അതിവിടെ കൂടിക്കഴിഞ്ഞാൽ 1700, 300, 2000 കോടി രൂപേൻ്റെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായിട്ട് ഈ കമ്പനി മാറും അല്ലേ അടുത്ത വർഷം. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് PE അപ്പോൾ എത്രയാണ് ഉണ്ടാവുക, ഏകദേശം 4 അല്ലെങ്കിൽ 5 ഉണ്ടാവും PE. ഇപ്പോൾ കാണുന്നത് 14.8 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ നമ്പേഴ്സ് വിച്ച് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഓക്കെ വെൻ യു ആർ സ്റ്റഡിങ് ഇൻ എ കമ്പനി. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇയർ ഓൺ ഇയർ ആണ് കമ്പയർ ചെയ്യുക. ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യണം, 2012, 13, 14 ഇങ്ങനെ കമ്പയർ ചെയ്യുക. അപ്പോൾ 15 കോടി റവന്യൂ ഉണ്ടായിരുന്ന കമ്പനി 2012 ഇപ്പോൾ 1260 കോടി രൂപ ഹയസ്റ്റ് എവർ റവന്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നെറ്റ് പ്രോഫിറ്റ് ഇവിടെ സീറോയിൽ നിന്ന് 118 കോടി രൂപ നെറ്റ് പ്രോഫിറ്റുള്ള കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട് ഈ കമ്പനി. ബാലൻസ് ഷീറ്റിൽ റിസർവ് നോക്കുമ്പോൾ റിസർവ് അവരുടെ സ്വന്തം പൈസ അവരുടെ കയ്യിൽ 1479 കോടി രൂപ അവരുടെ സ്വന്തമായിട്ട് അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ബോറോയിങ് നമ്മൾ ഫിനാൻസിങ് കമ്പനിയിൽ നോക്കേണ്ട കാര്യമില്ല. CWIPയിൽ പുതിയ ബ്രാഞ്ചുകൾ അവർ കഴിഞ്ഞ വർഷം 49 കോടി രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. CWIP എന്ന് പറഞ്ഞാൽ എന്താണ്, കറൻറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, 163 കോടി രൂപേൻ്റെ ഫിക്സഡ് അസറ്റ് അവർക്കുണ്ട്. 163 കോടി രൂപേൻ്റെ ഫിക്സഡ് അസറ്റ് അവർക്കുണ്ട്. ഓക്കെ, ടോട്ടൽ അസറ്റ് അവർക്ക് എത്രയുണ്ട്, ടോട്ടൽ കമ്പനീൻ്റെ അടുത്ത് എത്ര അസറ്റ് ഉണ്ട്, 9861 ക്രോഡ്സിൻ്റെ അസറ്റ് അവരുടെ അടുത്ത് ഉണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്ത് 23.3% ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് 1.68% ഉണ്ട്. DIS ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് 18.68% ഉണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് കൂടുതൽ ഇതിനകത്തുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് സേഫ് ഹാൻഡ്സിൽ തന്നെയാണ് എല്ലാം ഉള്ളത് അല്ലേ. പബ്ലിക്കിൻ്റെ അടുത്ത് ഇപ്പോൾ നോക്കുമ്പോൾ 56% പബ്ലിക്കിൻ്റെ കയ്യിലുണ്ട്. 56 വളരെ കൂടുതലാണ് അല്ലേ. 56 ഇസ് ടു മച്ച്. അപ്പോൾ അത് നമ്മൾ ശരിയാണോ നമുക്ക് നോക്കണം. അപ്പോൾ പബ്ലിക്കിൻ്റെ നമ്മൾ ഡീറ്റെയിൽ നോക്കി കഴിയുമ്പോൾ ഏകദേശം 23% സേഫ് ഹാൻഡ്സ് തന്നെയാണ് ഉള്ളത്. ബിഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് ഈ പറയുന്ന പൈസയൊക്കെ ഉള്ളത്. ഓക്കെ, 56% പബ്ലിക്കിൻ്റെ അടുത്ത് ടോട്ടൽ കാണിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ 6 3 പോയി കഴിഞ്ഞാൽ 3, 5 2 പോയാൽ 3 അല്ലേ. 33% അപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ ഉള്ളത്. ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ബിസിനസ് മനസ്സിലാക്കി, ബിസിനസ് എന്ത് ടൈപ്പിലുള്ള ബിസിനസ്സാണെന്ന് മനസ്സിലാക്കി, മുന്നോട്ട് അതിൻ്റെ ഗ്രോത്ത് നമ്മൾ നോക്കി, ഇറ്റ്സ് എ ഗുഡ് ഗ്രോത്ത്. പിന്നെ ബാക്കിയുള്ളത് എന്താണ്, നമ്മൾ ബിസിനസ് താഴേക്ക് വരാനുള്ള റീസൺ നമ്മൾ മനസ്സിലാക്കി. ആ റീസൺ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ കൂടെ നോക്കാം. ചാർട്ടിൽ എന്താണെന്ന് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ അതിലെന്താണ് കാണാൻ പറ്റുന്നത്, അതിൽ കാണാൻ പറ്റുന്നതാണ് ഇതാണ് IPO പ്രൈസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഏകദേശം ഇവിടം വരെ താഴെ വരെ എത്തിയായിരുന്നു. അത് കഴിഞ്ഞ് അത് ഏകദേശം 18 പ്രൈസിലെത്തിയിട്ട് അവിടെ നിന്ന് പതുക്കെ ഇത് മേലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ടിൽ ഏകദേശം ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേൺ ഓൾറെഡി ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോമായി വരുന്നതേ ഉള്ളൂ. കപ്പ് ഫോമായി, അതിൻ്റെ ഹാൻഡിൽ ഇതുവരെ ഫോം ആയിട്ടില്ല. ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് അല്ലേ, ഇവിടം വരെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് വിശ്വാസമുണ്ട്, ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് ട്രേഡ് എടുക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഇത് ഫുൾ ഫോം ആയതിന് ശേഷം ഈ പ്രൈസ് ഇവിടം വരേക്ക് എത്തിയതിന് ശേഷം ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ഐ ആം ഓൾറെഡി ഇൻവെസ്റ്റഡ് ഇൻ ദിസ് കമ്പനി. അപ്പോൾ അതിൻ്റെ നമ്മൾ ടാർഗറ്റ്, നമ്മൾ ഈ കപ്പ് വിത്ത് ഹാൻഡിലെ ടാർഗറ്റ് നമ്മൾ നോക്കുമ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, അളന്നിട്ട് മേലെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ടാർഗറ്റ് കിട്ടി. ദാറ്റ് ഈസ് 61%. ആൻഡ് ദ ടാർഗറ്റ് പ്രൈസ് ഈസ് 311 അല്ലേ. 311 എന്ന ടാർഗറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കറൻറ്റ് പ്രൈസ് എത്രയാണ്, കറൻറ്റ് പ്രൈസ് 163 ആണ് അല്ലേ. 163യിൽ നിന്ന് 311 വരെ പോകുമ്പോൾ ഏകദേശം 90%ൻ്റെ ഒരു അപ്പ് മൂവ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് വോളിയത്തിൽ ഇവിടെ ആൾക്കാർ വാങ്ങിച്ച് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സ്റ്റോക്കിനെ അല്ലേ. ഇത് ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് വോളിയം ഇവിടെ കാണാം നിങ്ങൾക്ക് അല്ലേ.
അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ് അബൌട്ട് സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. നമ്മളുടെ ചാനലിനെ നിങ്ങൾ മറക്കരുത്, ചാനലിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മൾക്ക് ഒരുമിച്ച് മുന്നേറണം. നിങ്ങൾ പഠിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുക, നല്ലൊരു ട്രേഡറായിട്ട് മാറട്ടെ. എല്ലാവരും നല്ല പൈസ ഉണ്ടാക്കാൻ എല്ലാവർക്കൊണ്ടും പറ്റട്ടെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു, ബൈ.